കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ജിയോ ഫോണിനെ കുറിച്ച് അറിയാൻ കാത്തിരുന്നവർക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്ന് ടെക് മലയാളത്തിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡേറ്റ ഉപയോഗമുള്ള രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ ജിയോ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ജിയോയുടെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായിരുന്നു 4G ഫീച്ചർ ഫോൺ 1500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ ജിയോ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജിയോ ഫോണിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരുന്നവർക്ക് ജിയോ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ജിയോ ഫോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ജിയോയുടെ കാര്യങ്ങൾ, ഈ ഒരു പുതിയ ഫോണിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും. ഓഗസ്റ്റ് 15-നാണ് ജിയോ ഫോണിന്റെ പബ്ലിക് ബീറ്റ ടെസ്റ്റിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷം 24-ാം തീയതി മുതൽ നമുക്ക് ഫോൺ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മുതലാണ് ജിയോ ഫോണിന്റെ വിൽപ്പന ആരംഭിക്കുക. ജിയോ ഫോണിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. 2.4 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്, ഡിസ്പ്ലേ വരുന്നത്. അതിനുശേഷം മറ്റ് ഫീച്ചർ ഫോണുകളെ അല്ലെങ്കിൽ മറ്റ് ഫോണുകളെല്ലാം തന്നെ കവച്ചു വെക്കുന്ന ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജിയോയുടെ കേബിളാണ്. അതിന് നൽകുന്ന ജിയോ കേബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണും TV ആയിട്ട് കണക്ട് ചെയ്യാം. ജിയോ ആപ്പ്, ജിയോ മൂവി തുടങ്ങിയിട്ടുള്ള ആപ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ TV-യിൽ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോസ്, സിനിമാസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ബ്ലൂടൂത്ത്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഹെഡ്ഫോൺ ജാക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ 22 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോണിന് സാധിക്കും. അതുപോലെ വോയിസ് റെക്കഗ്നിഷൻ സിസ്റ്റം ഈ ഒരു ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 1500 രൂപയുടെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുന്നത്. 3 വർഷത്തിന് ശേഷം ഫോൺ തിരിച്ചു നൽകുമ്പോൾ ഈ പൈസ തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു പുതിയ വിവരങ്ങൾ അറിയാൻ രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 തരത്തിലാണ് രജിസ്റ്റർ ചെയ്യുക. ഇൻഡിവിജ്വൽ ആയിട്ട്, അതായത് ഓരോരുത്തർക്കും സ്വന്തം ആവശ്യത്തിന് ഫോൺ എന്നുള്ള രീതിയിൽ ജിയോ ഫോൺ വാങ്ങിക്കാം. അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ബിസിനസ് ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുള്ള രജിസ്ട്രേഷനാണ് ഇപ്പം അതിൽ കാണുന്നത്. ഫോൺ വാങ്ങിക്കാനുള്ള രജിസ്ട്രേഷൻ അല്ല, ഒന്നുകൂടി പറയാണ്, ഫോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു സംശയമുള്ളത്, പബ്ലിക്കായിട്ട്, അതായത് പ്രൈവറ്റ് ആയിട്ട് ഒരാൾക്ക് വേണ്ടതും ബിസിനസ്സിന് വേണ്ടതും വരുമ്പം അവർക്ക് സെപ്പറേറ്റ് ടാരിഫ് വരുമോ അല്ലെങ്കിൽ ഈ ഡിവൈസിന്റെ ചാർജിൽ വ്യത്യാസം വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു വന്നിട്ടില്ല. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പ്രത്യേകം രജിസ്ട്രേഷനാണ് ജിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി ജിയോയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ജിയോ.com കയറി ആദ്യം കാണുന്ന ബാനറിലെ കീപ് മീ പോസ്റ്റഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലോ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിലോ രജിസ്ട്രേഷൻ നടത്താം. സ്ഥാപനങ്ങൾക്ക് ജിയോ ഫോണിനൊപ്പം ജിയോ 5 ഹോട്ട്സ്പോട്ടിനും രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യു വോണ്ട് ടു നോ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ഫോൺ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഈ ഒരു സൈറ്റ് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. ഞങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യണം. ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ടെക് റിലേറ്റഡ് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ